ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നുണ്ടല്ലോ ഈ സ്പ്രേ ബോട്ടിൽ വെച്ചൊരു കിടിലെ ഷൂട്ട് നടത്താമല്ലോ. ഓക്കെ, അപ്പോൾ എടുത്തിട്ട് വരാം. ഓക്കെ, വാ. സ്പ്രേ ബോട്ടിൽ വെച്ചിട്ടാണ് നമുക്ക് ഷൂട്ട് എടുക്കാനുള്ളത്. അപ്പം ഇതിൻ്റെ വൺ സൈഡ് ലൈറ്റും കൊടുക്കുന്നുണ്ട്. അതുപോലെ ജസ്റ്റ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒരു ഫോഗിൻ്റെ എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഒരു ഷൂട്ടാണ് ജസ്റ്റ് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും ലൈറ്റിംഗ് സെറ്റപ്പ് 2 ലൈറ്റാണ്. അതായത് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റും, അതായത് ബാക്ക്ഗ്രൗണ്ട് തന്നെ ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഒരു ലൈറ്റും, അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ ഇതിൻ്റെ നെയിമും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈറ്റും എല്ലാം കൂടെ കൊടുത്തിട്ട് ഒരു നന്നായിട്ടൊരു ഷൂട്ട് എടുക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് ട്രൈ ചെയ്യാണ്. അപ്പം കുറേ ദിവസമായി ഷൂട്ടൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇന്നെന്തായാലും ഈ ഒരു ഷൂട്ട് നമുക്ക് എടുക്കാമെന്നിങ്ങനെ വിചാരിക്കണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് കണ്ടു നോക്കിയാലോ. ഫ്രണ്ട്സ്, വേണ്ട, ഇതാണ് ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ്. 2 ചാർട്ട് പേപ്പർ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോഡക്സിൻ്റെ 2 ലൈറ്റും ജസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് വേണ്ട ഈ ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ വയ്ക്കുകയാണ്. അത് വെച്ച് അടുത്ത് ഇതിൻ്റെ വേറെ ഇത് മാത്രമേ വയ്ക്കാനല്ല, ഇതിൻ്റെ കൂടെ ജസ്റ്റ് നമ്മുടെ ഈ ഒരു സാധനം, നമ്മളെ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പം അതിലിങ്ങനെ വെച്ചാൽ എങ്ങനെ ഇരിക്കും നോക്കിയിട്ടാണ് ഇതിന് ഒരു ഇതായിട്ട്, അതായത് ബാക്ക്ഗ്രൗണ്ട് ഇത് കാണുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് എടുത്തു നോക്കാം. ഇനി ലൈറ്റ്സൊക്കെ ഓൺ ചെയ്യാം. ലൈറ്റ്സ് ഓൺ ചെയ്യുമ്പോഴേക്കും ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് എല്ലാം നമുക്ക് കട്ട് ചെയ്യണം. ഇതിലുള്ള 2 ലൈറ്റ്, നമ്മൾ കൊടുക്കുന്ന 2 ലൈറ്റ് മാത്രം മതിയായിരിക്കും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് എല്ലാം ഫസ്റ്റ് നമുക്ക് ഓഫ് ചെയ്യണം. ഓരോ ലൈറ്റായിട്ട് ഓഫ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കിൽ ഒരു സ്മോക്ക് എഫക്റ്റ് കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്നൊരു സ്മോക്ക് എടുത്തിട്ട് വരാം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്മോക്കിൻ്റെ റൂം സ്പ്രേ ആണ്. അപ്പം ഇത് ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സ്മോക്കിൻ്റെ ചെറിയൊരു എഫക്റ്റ് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇനി ലൈറ്റ്സൊക്കെ ഓൺ ചെയ്യണം. ലൈറ്റ്സൊക്കെ ഓക്കെ, ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ ആണ്. ഇനി ലൈറ്റ്സ് ഓൺ ചെയ്യുക. ഓക്കെ, ഒരു ലൈറ്റ് ഓൺ ചെയ്ത്, ഓക്കെ, ഓൺ ചെയ്തപ്പോൾ തന്നെ ഈ ഒരു പവർ ഐഡിയ കാണിച്ചു തരും. ഓക്കെ, അത് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത് സെക്കൻഡ് ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, സെക്കൻഡ് ലൈറ്റ് ഓൺ ചെയ്തു. ക്യാമറ സെറ്റിങ്സ് ചെയ്യാനുണ്ട്. ക്യാമറയിൽ ഇപ്പോൾ അപ്രോച്ച് 8 ആണ് നടക്കുന്നത്. 8 കട്ട് ചെയ്ത്, ഓക്കെ, മാക്സിമം അപ്രോച്ച് ഒരു 2 ആണ്. അപ്പോൾ 2-ൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിന് ISO കുറച്ചൊന്ന് കൂട്ടാം. ISO കാണാൻ വരുന്നുണ്ടല്ലോ അല്ലേ? ISO കയറ്റി. ഓക്കെ, ഈ ഒരു ലെവലിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫോക്കസ് ലെന്ത് കുറച്ചൊന്ന് കൂട്ടി ഒന്ന് കറക്റ്റ് ചെയ്ത് വയ്ക്കുക. നമുക്ക് ആ ഒരു ലെവൽ മാത്രം മതിയാവും. ജസ്റ്റ് ഒരു ലെവൽ മാത്രം മതിയാവും. അങ്ങനെയാണ് നമ്മുടെ ഒരു ഫോക്കൽ ലെന്തും കാര്യങ്ങളൊക്കെ അറേഞ്ച് വെച്ചിട്ട്. പക്ഷേ അങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും ലൈറ്റ് എന്തോ ഒരു ഇതുപോലെ. അപ്പം നമ്മൾ ലൈറ്റിൻ്റെ ഡിഫ്യൂസറിനെ കറക്കി ചെറിയൊരു ഷാഡ് ലൈറ്റ് മാത്രം മതി എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു ഷാഡോ ലൈറ്റ് മാത്രം മതി എന്നാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നൊരു ലൈറ്റായിട്ട് മാത്രം മതി എന്നാണ്. എങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഫോഗിൻ്റെ ഒരു ഫീലും ഇതിനകത്ത് കിട്ടത്തുള്ളൂ. ഓക്കെ, നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ഫോഗ് ഇല്ലാതെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. ഓക്കെ, ഷാർപ്പാണ്. ഓക്കെ, ഒരു ക്ലിക്ക് അടിച്ച് ഓക്കെ നോക്കാം. അതിനെ സൂം ചെയ്ത് നോക്കാം. അത്യാവശ്യം ഓക്കെ, ക്ലിയറാണ്. പക്ഷേ എന്നാലും അതിൻ്റെ നെയിം ഒന്ന് ഫോക്കസ് ആവുന്ന രീതിയിൽ നമുക്കൊന്നുകൂടെ ഒരു സാധനം ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് ഒരു ഫോഗ് അടിച്ച് നോക്കാം. ഫോഗ് എടുക്കുകയാണ്. ഫോഗ് ജസ്റ്റ് പൊട്ടിച്ച്, ഓക്കെ, ആണ് സംഭവം. അപ്പോൾ ഫോഗ് കിട്ടുന്ന രീതിയിൽ, ഫോഗ് കിട്ടുമ്പോഴത്തേക്ക് ബാക്ക്ഗ്രൗണ്ട് ചെറിയൊരു ഫിൽ ലൈറ്റ് മതി എന്നാണ് എൻ്റെ ഇത്. ചെറിയൊരു ഫിൽ ലൈറ്റായിട്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. ലൈറ്റ് കുറയ്ക്കുകയാണ്. എന്നാൽ ഫ്രണ്ടിലുള്ള ലൈറ്റ് അത്യാവശ്യം നമുക്ക് വേണം. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ചെറിയ ലൈറ്റ് തന്നെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഫ്രണ്ടിലുള്ള ലൈറ്റ് കുറച്ചുകൂടെ അടുത്തോട്ട് വയ്ക്കാം. കാരണം അതിൻ്റെ നെയിമും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലുള്ള ലൈറ്റ് അടുത്തോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, നെയിം ഏകദേശം ഓക്കെയാണ്. എന്നാലും അതിന് ചെറിയ ഒരിതുണ്ട്. ഓക്കെ, വീണ്ടും അത് കറങ്ങിപ്പോയി. അയ്യോ, ഒന്ന് നേരെ ഇരുന്നേ. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇപ്പം നെയിം ഏകദേശം നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. അത്യാവശ്യം നല്ല ഷാർപ്പ്നെസ്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലൊന്ന് ഫോഗ് അടിച്ച് നോക്കാം.
ഫോഗ് അടിച്ചിട്ട് ഒരു ഫോട്ടോ കൂടെ എടുത്ത് നോക്കാം. ഓക്കെ, ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോഗ് അടിക്കാൻ പോവുകയാണ്. ഓക്കെ, ഫോഗ് അടിച്ചിട്ടുള്ളൊരു ഫോട്ടോയാണ് ഇത് കാണുന്നത്. ജസ്റ്റ് ഒരു ഫിൽ, അതിൻ്റെ മേളിൽ നിന്ന് ഒരു ഫോഗ് വരുന്ന സാധനം. ഓക്കെ, നമുക്ക് ഒരു അടിപൊളി ഫോട്ടോ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ജസ്റ്റ് എടുക്കാൻ പറ്റുന്നത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഒരു ആംബിയൻസ് നോക്കി സെറ്റാക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, ബൈ.